എന്റെ ചോദ്യം സിബിനോടാണ്. ഒന്ന് ചോദിച്ചോട്ടെ, 1, 2, 3 എത്ര വേണേലും ചോദിച്ചു. ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. പിടിച്ചോ. എന്തോ ഇത് ഒരു നീണ്ട കഥ. ഇങ്ങനെ പോലെ കെട്ടുകൾ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. ആ നിലപാട് വ്യക്തമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ സോറി എന്ന വാക്കിന് പകരം ക്ഷമിക്കണം എന്ന മലയാള മണ്ണിന്റെ മനോഹരമായ പദം ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യവും അഭിലഷണീയവുമെന്ന് ഞാൻ വയലന്റ് വെച്ച് നടക്കുന്നവരെ നാക്കിനേക്കാൾ നീളമുണ്ടല്ലോ എന്റെ നാക്കിന്. കാര്യം ഉണ്ടായി. മീൻസ് പവർ റൂമിലുള്ളവരെ പവർ റൂമുകാർക്ക് തന്നെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ളത്. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ല. നിർത്ത്. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. സിജോ എന്ന് പറഞ്ഞ നിലപാട് ശരിയാണെന്ന് സിബിന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ എക്സ്ട്രാ ഓർഡിനറി കഥ. ഇത് ഒറ്റവാക്കിൽ ഉത്തരം തരാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല. കറക്റ്റ് ആൻസർ. ഇവനൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കടല് പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ശരിയാണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ ഉത്തരം തരാം. ഇനി ഇതുപോലുള്ള വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഒന്നിൽ ഈ വെടിക്കെട്ടിന് തീ പിടിച്ച കഥ, അല്ലെങ്കിൽ ബസ് മറിച്ച കഥ. ഇവരെ പോലെ വലിച്ചു നീട്ടാൻ താല്പര്യമില്ല. നിങ്ങളുടെ ചോദ്യം തന്നെ വലിച്ചു നീട്ടലായിരുന്നു. ചോദ്യം തന്നെ 1.5 മണിക്കൂർ നീളമുള്ള ചോദ്യം ചോദിച്ചിട്ട് എന്റെ അടുത്ത് ഒറ്റ വരിക്ക് ഉത്തരം പറയാൻ പറ്റിയ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതെന്താ വെള്ളരിക്കപ്പെടണ മോനെ ഗോപി? എന്തോ നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. യെസ് ഓർ നോ ആയിട്ടാണ് ഉത്തരം വേണ്ടത്. പറയാൻ സൗകര്യമില്ല. അല്ല, ചവിട്ടിയത് അണലിയാണില്ല. ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ? ചോദ്യം യെസ് ഓർ നോ ആണ്. നിങ്ങൾക്ക് അങ്ങനെയാണ് ഉത്തരം വേണ്ടതെങ്കിൽ പറയാൻ എനിക്ക് സൗകര്യമില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇന്നത്തേക്കുള്ളത് വയറ് നിറച്ച് കിട്ടിയില്ലേ? ശരി.